ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുളിക്കൽ തറവാട്ടിലേക്ക് അലീന പോകുമ്പോഴേ അലീനയ്ക്ക് നന്നായി അറിയാമായിരുന്നു അവിടെയുള്ള അംഗങ്ങളാരും തന്നെ ഇരുകൈയും നീട്ടി സ്വീകരിക്കില്ല എന്ന്. അവിടെ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും താൻ അതിനെ തരണം ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അലീന അങ്ങോട്ടേക്ക് ചെന്നത്. അവിടെ ചെന്നു കഴിഞ്ഞ് അലീനയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ക്രൂരതകൾ നേരിടുന്നുണ്ട് എങ്കിലും അവൾ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും തൻ്റെ പപ്പയുടെ ജീവിതത്തിലേക്ക് എലിസാമയും മക്കളെയും തിരികെ കൊണ്ടുവരണം. എൻ്റെ പപ്പയുടെ ജീവിതം സുരക്ഷിതമാക്കണം. എപ്പോഴും മദ്യത്തിനടിമയായിരിക്കുന്ന പപ്പ 24 മണിക്കൂറും പുകവലി. അതിൽ നിന്നൊക്കെ പപ്പയ്ക്കൊരു മോചനം വേണം. മക്കളെ എല്ലാവരെയും വീട്ടിലേക്ക് കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ തന്നെ പപ്പയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും. എന്നെക്കൊണ്ട് പപ്പയുടെ ജീവിതം ഒരുപാട് മാറ്റാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ പപ്പയുടെ ജീവിതം ഇനിയും മാറ്റാൻ എനിക്ക് കഴിയും. എലിസാമയും മക്കളെയെല്ലാം പപ്പയുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. അങ്ങനെ തനിക്ക് സാധിച്ചെടുത്തേ പറ്റൂ എന്നും ഉള്ള ഉറച്ചൊരു തീരുമാനത്തോടു കൂടി തന്നെയാണ് അലീന പുളിക്കൽ തറവാട്ടിലേക്ക് എത്തുന്നത്. അവിടെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്ത് അലീന ആ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ കുറച്ചു ദിവസം നിന്നപ്പോൾ തന്നെ എലിസാമയ്ക്ക് അവിടെ ഒരു റോളുമില്ല. റീത്താമ്മയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലായി. റീത്താമ്മ പറയുന്നത് പോലെ മാത്രമേ എൽസാമ്മ കേൾക്കുകയുള്ളൂ എന്നും അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ടോജോയും ടെൽസയും ടാനിയയും ഒക്കെ റീത്താമ്മയുടെ അടിമകളെ പോലെയാണ് അവിടെ താമസിക്കുന്നതെന്ന് മനസ്സിലായി. അവർക്കവിടെ ഉറച്ചൊരു വാക്ക് സംസാരിക്കാനോ അവരുടെ അഭിപ്രായങ്ങൾ പറയാനോ ഉള്ള ഒരു അവകാശം പോലും അതിന് പോലും റീത്താമ്മ അവരെ സമ്മതിച്ചിരുന്നില്ല. റീത്താമ്മ 24 മണിക്കൂറും പപ്പയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. മക്കളുടെ മനസ്സിൽ പപ്പയെ പറ്റിയുള്ള വിഷം നിറച്ച് കുത്തിവെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പപ്പയോട് ടെൽസയ്ക്കും ടോജോയ്ക്കും ടാനിയയ്ക്കും ഒന്നും വലിയ സ്നേഹമൊന്നുമില്ല. പപ്പ അവരെ നോക്കുന്നില്ല എന്ന് തന്നെയാണ് അവരിതുവരെയും വിചാരിച്ചു വെച്ചിരുന്നത്. അവരോട് സംസാരിക്കുമ്പോഴൊക്കെ അലീനയ്ക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അവർക്ക് 3 പേർക്കും പപ്പയോട് യാതൊരുവിധ സ്നേഹവുമില്ലെന്ന്. പപ്പ ചെയ്യുന്ന ഒരു കാര്യങ്ങളും അവർ അറിയുന്നില്ല എന്നതും അലീനയ്ക്ക് മനസ്സിലായി. റീത്താമ്മ അത്ര വലിയൊരു ദുഷ്ടതയാണെന്നും അതുപോലെ എൽസാമ്മയെയും മക്കളെയും പപ്പയെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്നും അതുപോലെ തന്നെ പപ്പയുടെ അരികിൽ നിന്ന് അവരെ അടർത്തി മാറ്റിയതിനു ശേഷം പപ്പ അവർക്ക് കൊടുക്കുന്ന കാശും വാങ്ങി അടിച്ചു പൊളിച്ച് ജീവിതം നയിക്കുക എന്നുള്ളതാണ് റീത്താമ്മയുടെ ലക്ഷ്യമെന്നും അലീനയ്ക്ക് മനസ്സിലായി. അവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നയാ പൈസ പോലും റീത്താമ്മയ്ക്ക് പപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടില്ലെന്ന് അറിയാം. അലീന അത് പതിയെ പതിയെ ടോജോയോടും ടെൽസയോടും ടാനിയയോടും അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പപ്പ നിങ്ങളെ വെറുത്തിട്ടില്ല എന്നും പപ്പയ്ക്ക് കിട്ടുന്ന പണത്തിൽ നിന്നും പകുതിയോളം രൂപ നിങ്ങളുടെ ചെലവിനായിട്ട് റീത്താമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നും അലീന അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതുപോലെ പല തവണകളായി ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയാണ് റീത്താമ്മ പപ്പയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്നതെന്നും അവരോട് പറഞ്ഞു. ഇതൊക്കെ വലിയൊരു ആഘാതത്തോടു കൂടിയാണ് കുഞ്ഞുങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയെടുത്തത്. ഇന്നേ വരെ പപ്പ ഞങ്ങൾക്ക് ഒരു ഡ്രസ്സ് പോലും വാങ്ങി തന്നിട്ടില്ലെന്നാണ് റീത്താമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു പപ്പയുണ്ട്. അപ്പോൾ ടാനിയ പറയുന്നുണ്ട്, ചേച്ചി ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. റീത്താമ്മ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കുത്തി നോവിക്കും. ഒരു പപ്പയുണ്ട്, കുറേ നായക്കളെ ഊട്ടി വളർത്താൻ മാത്രം അറിയാവുന്ന ഒരു പപ്പ. അല്ലാതെ നിനക്കൊക്കെ അങ്ങേര് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? അയാൾ ആ നായകൾക്ക് എന്തെല്ലാം സാധനമാണ് വാങ്ങി കൊടുക്കുന്നത്? അതിൻ്റെ ഒരംശമെങ്കിലും നിനക്കൊക്കെ വാങ്ങി തരാത്തതെന്താ? കഷ്ടം തന്നെ, നിന്നെയൊക്കെ ഞാനാണ് തീറ്റിപ്പോറ്റുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ചേച്ചി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പപ്പയോട് ഇത്രയധികം ദേഷ്യം തോന്നാനുള്ള കാരണം. പപ്പയെപ്പറ്റി ഒരു നല്ല കാര്യം പോലും ഇന്ന് വരെ റീത്താമ്മ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. അപ്പോൾ അലീന പറയാണ്, അതെങ്ങനെ പറയും മോളെ? പപ്പയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾ പപ്പയെ തേടി പോകില്ലേ? അങ്ങനെ നിങ്ങൾ പപ്പയുടെ അടുത്തേക്ക് ചെന്നാൽ പപ്പ എങ്ങനെ ഇവർക്ക് പണം അയച്ചു കൊടുക്കും? അപ്പോൾ ഇവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? അവരുടെ മകനോ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. പപ്പയുടെ പണമൊക്കെ കട്ടുമുടിച്ച് അവന് തിന്നാൻ കൊടുക്കുകയാണ് ഈ റീത്താമ്മ. കാറ് പോലും പപ്പ വാങ്ങിക്കൊടുത്തതാണ്. നിങ്ങൾ താമസിക്കുന്ന ഈ വീട് പോലും പപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വാങ്ങിക്കൊടുത്തതാണ്. എന്നിട്ടും റീത്താമ്മ എന്താ നിങ്ങളോട് പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പപ്പ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. അങ്ങനെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു. നിങ്ങൾ ഇടയ്ക്കെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങളുടെ പപ്പയെ കാണാൻ വേണ്ടി പോകണമായിരുന്നു. പപ്പയെ വിളിക്കണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരിക്കൽ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയില്ലായിരുന്നു. ഇത്രയും വർഷവും നിങ്ങളുടെ പപ്പയെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയി. പുറമേ കാണുമ്പോൾ ഒരു ദേഷ്യക്കാരനാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ അദ്ദേഹം ഒരു പാവമാണ്.
അത് ഇത്രയും ദിവസത്തിനോടിടയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആരും ഇല്ലാത്തതിൻ്റെ സങ്കടം പപ്പയ്ക്കത് നല്ലോണമുണ്ട്. ഞാൻ വന്നതിന് ശേഷവും എനിക്കത് നന്നായി മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് പപ്പ നായ്ക്കളെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത്. ആരും ഇല്ല എന്നൊരു ചിന്ത വരണ്ട എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ തന്നെ പപ്പയ്ക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ഇവിടെ വന്നത് പോലും അതിനു വേണ്ടിയിട്ടാണ്. എങ്ങനെയെങ്കിലും എൽസാമ്മയുടെ മനസ്സ് മാറ്റി പപ്പയുടെ അരികിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് നിങ്ങൾ പഴയതുപോലെ സന്തോഷത്തോടു കൂടി ജീവിക്കണം. നിങ്ങളുടെ പപ്പയുടെ പൈസ വേറെ ഒരുത്തനും അനുഭവിക്കേണ്ട കാര്യമില്ല. റീതാമ്മയുടെ അക്കൗണ്ടിലേക്കൊക്കെ എന്തിനാണ് പണം അയച്ചു കൊടുക്കുന്നത്? അത് വെറുതെയാണ്. അവരതിൽ നിന്ന് പണം എടുത്തിട്ട് നിങ്ങൾക്ക് നക്കാപ്പിച്ച തരും. എന്നിട്ട് അവർ സുഭിക്ഷമായി കഴിയുന്നു. അതിൻ്റെ ആവശ്യം ഇനിയില്ല മോളെ. അപ്പോൾ ടെൽസ പറയുന്നുണ്ട്, അതെ ചേച്ചി, എനിക്കിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട്. കുറച്ചു നാൾ മുമ്പ് തൊട്ടേ എനിക്കിതെല്ലാം മനസ്സിലായി തുടങ്ങിയിരുന്നു. പക്ഷേ റീതാമ്മയുടെ മുമ്പിൽ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ധൈര്യമില്ല. അഥവാ എന്തെങ്കിലും ഒന്ന് എതിർത്ത് പറയാൻ ശ്രമിച്ചാൽ തന്നെ അമ്മച്ചി ഞങ്ങളെ വഴക്കു പറയും. റീതാമ്മച്ചിയാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്നും അതുകൊണ്ട് റീതാമ്മയെ ദൈവത്തെ പോലെ കാണണമെന്നും തിരിച്ച് ഒരക്ഷരം പറയരുതെന്നുമാണ് അമ്മച്ചിയുടെ കൽപ്പന. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? പിന്നെ ചേച്ചി, എനിക്ക് ചേച്ചിയോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്താ മോളെ പറയാനുള്ളത്? എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ചേച്ചിയല്ലേ? അപ്പോൾ ടെൽസ പറയുന്നുണ്ട്, ചേച്ചി, ഞാൻ കുറച്ച് കഴിഞ്ഞ് ചേച്ചിയുടെ റൂമിലേക്ക് വരാം. അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ടോജോയും പറയും, എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. സ്വന്തം ചേച്ചി, എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ചേച്ചി. ഇനി എനിക്ക് മറ്റൊന്നും വേണ്ട ചേച്ചി. എനിക്കിനി എൻ്റെ പപ്പയെ കാണണം. പപ്പയോട് മാപ്പ് പറയണം. ചേച്ചി വന്നതിൽ പിന്നെ നമുക്കെന്തോ ഒരു ധൈര്യം കിട്ടിയതുപോലെ തോന്നുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് മോനെ, നമ്മൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയേണ്ട സമയത്ത് തന്നെ പറയണം. ഇത്രയും നാളും ഇതൊക്കെ ഉള്ളിലൊതുക്കി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടത്? ഇപ്പോൾ നിങ്ങളുടെ ചേച്ചി വന്നില്ലേ, ഇനി എല്ലാം ശരിയാകും. നമുക്കെല്ലാം ശരിയാക്കി എടുക്കാന്നേ. നീ സമാധാനപ്പെട്. അന്നേരം അങ്ങോട്ടേക്ക് റീതാമ്മ വരുന്നുണ്ട്. റീതാമ്മ വരുന്നത് കണ്ടപ്പോഴേ എല്ലാവരും ഓരോരോ സൈഡിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ അലീന മാത്രമാണ് അവിടെ ഉള്ളത്. അലീനയോട് അവര് വളരെ ദേഷ്യത്തോടു കൂടി മാത്രമാണ് സംസാരിക്കുന്നത്. നീ ആരാടി? നീ കുറച്ച് നാളല്ലേ ഇങ്ങോട്ട് വന്നിട്ടായുള്ളൂ. അതിനു മുമ്പ് നീ ഈ പിള്ളേരെയെല്ലാം മയക്കിയെടുക്കാൻ ശ്രമിക്കുവാണോ? നിന്റെ തൊലിവെളുപ്പേ അതങ്ങ് കൊട്ടാരമറ്റത്ത് കാണിച്ചാൽ മതി. ഇവിടെ നിന്റെ തൊലിവെളുപ്പ് കണ്ടിട്ട് നിന്റെ അടുത്തേക്ക് വരുന്ന ഒരാണുങ്ങളുമില്ല. ഈ പുളിക്കൽ തറവാട്ടിലുള്ളവരെ അങ്ങനെ വളർന്നവരല്ല. നീ കണ്ണും കലാശമൊക്കെ കാണിച്ചിട്ട് ആ സ്റ്റാൻലിയെ മയക്കിയെടുത്തു. ഇനി ഇവിടെ ആരെയാടി നിനക്ക് മയക്കിയെടുക്കാനുള്ളത്? ഇതോടെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്. തൻ്റെ പപ്പയോട് ചേർത്ത് അവളെപ്പറ്റി പറയുമ്പോൾ അവൾക്കത് സഹിക്കാനാവുന്നില്ല. അലീന അവളുടെ വിരലുകൾ ചൂണ്ടി റീതാമ്മയുടെ നേരെ നിന്ന് പറയുന്നുണ്ട്, ദേ, ഇനി എന്നെ അനാവശ്യം പറയാനാണെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നെങ്കിൽ ദേഹത്ത് കൈവെക്കാനും ഞാൻ മടിക്കില്ല. ഓഹോ, നീ അത്രയ്ക്കായോ? എവിടെയോ കിടന്ന് പിഴച്ചു പറ്റവൾക്ക് ഇത്രയധികം നാക്കും തൻ്റെ ഇടവും വന്നോ? ഈ റീതാമ്മ ആരാന്നാടി നിന്റെ വിചാരം? ഈ റീതാമ്മയോട് ഇത്രയും നാളും ആരും എതിർത്ത് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഞാൻ അങ്ങ് ഒതുക്കി കളഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഓ, അതൊക്കെ ഏതോ നട്ടിലില്ലാത്തവന്മാരായിരിക്കും. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പപ്പ സ്റ്റാൻലി ജോസഫാണ്. ലെഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫ്. ആ രക്തമാ എൻ്റെ ഞരമ്പുകളിലൂടെ ഓടുന്നത്. അതിൻ്റെതായ കുറച്ച് തൻ്റെ ഇടം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കൂ. അതുകൊണ്ട് അനീതി കണ്ടാൽ ഞാൻ പ്രതികരിക്കും. എൻ്റെ പപ്പയുടെ പണം ഇത്രയും നാളും തിന്നിട്ട് നിങ്ങൾക്ക് മതിയായില്ലേ? എന്നിട്ട് പാവ പിള്ളേർക്ക് വല്ല നക്കാപ്പിച്ചും കൊടുത്തിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ അവരെ നോക്കുന്നതെന്നല്ലേ? നിങ്ങൾക്ക് നാണമില്ലല്ലോ. നിങ്ങൾ ഓരോ ആവശ്യം പറഞ്ഞ് ഡെയിലി എൻ്റെ പപ്പയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ലക്ഷങ്ങളാണ് പപ്പ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്നത്. അതെല്ലാം നിങ്ങളുടെ മക്കളുടെയും ആവശ്യത്തിന് വേണ്ടി ചെലവാക്കിയിട്ട് എൻ്റെ അനിയത്തിമാർക്കും അനിയനും നിങ്ങൾ അതിൻ്റെ നക്കാപ്പിച്ച മാത്രമാണ് കൊടുത്തത്. അത് കൂടാതെ അവരുടെ അമ്മയോട് പോയി പറഞ്ഞു കൊടുത്തേക്കുന്നു, സ്റ്റാൻലി നിന്നെയും നോക്കുന്നില്ല, നിന്റെ മക്കളെയും നോക്കുന്നില്ലെന്ന്. അവരുടെ മനസ്സിലും നിങ്ങൾ വിഷം കുത്തിവെച്ചു. ശരിക്കും നിങ്ങളുടെ മനസ്സിലാണ് വിഷം നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് അടങ്ങാൻ നോക്ക്. അല്ലാതെ നിങ്ങൾ എൻ്റെ മേലെ കയറിങ്ങാനും ഭരിക്കാൻ വന്നാലുണ്ടല്ലോ, ഞാൻ ആരാണെന്ന് നിങ്ങൾ ശരിക്കും അറിയും. അല്ലാതെ നിങ്ങളുടെ ചെലവിലൊന്നുമല്ല ഞാനിവിടെ കഴിയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് അവരെ എല്ലാവരും സ്തഭിച്ച് നിൽക്കുകയാണ്. ഇൽസമ്മയും അതുപോലെ ടോജോയും ടെൽസയും ടാനിയയും ഒക്കെ കൂടെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അലീന പറയുന്നത്, ഇന്നേ വരെ ഈ വീട്ടിൽ ഒരുത്തരും റീതാമ്മയോട് ഇങ്ങനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല.
റീത്താമ്മ എന്താണോ പറഞ്ഞിരുന്നത് അത് മാത്രമേ ആ വീട്ടിൽ നടന്നിട്ടുള്ളൂ. ഇതൊക്കെ കണ്ട ആ കുട്ടികൾക്ക് ഇനി റീത്താമ്മയോട് എതിർത്ത് സംസാരിക്കാനായിട്ട് അലീന ചേച്ചി കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം വരികയാണ്. അലീന പറഞ്ഞതെല്ലാം കേട്ടിട്ട് തിരിച്ചൊരു മറുപടി പോലും പറയാൻ പറ്റാതാവാതെ റീത്താമ്മ അവരുടെ റൂമിലേക്ക് കയറി പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഔതുക്കുട്ടിച്ചായനും ഒരുപാട് സന്തോഷമാണ്. അയാൾ കൈ കൊട്ടിക്കൊണ്ട് അലീനയുടെ അഭിനന്ദിച്ചുകൊണ്ട് അലീനയുടെ അരികിലേക്ക് വരുന്നുണ്ട്. അലീനയോട് പറയുന്നുണ്ട്, നീ പറഞ്ഞത് എന്തായാലും നന്നായി മോളെ. അവൾക്ക് ഇതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അവളുടെ വിചാരവ് അവളാണ് ഏതോ കൊമ്പത്തെ വലിയ ആളാണെന്നാ. അവളോട് എതിർക്കാനും നമുക്ക് ആളുണ്ടെന്ന് അവളോ ഒന്ന് അറിയട്ടെ. അത്രയ്ക്ക് തൻ്റെടിയാണ് അവള്. എൻ്റെ സ്റ്റാൻലിയുടെ ജീവിതം നശിപ്പിച്ചതും അവള് തന്നെയാ. പാവം എൻ്റെ ലാലിച്ചൻ എത്രയോ തവണ കരഞ്ഞിട്ടുണ്ട്, ആരും കാണാതെ. അതിൻ്റെ എല്ലാം വില പറയേണ്ടി വരും ഈ റീത്താമ്മ. അതെ അപ്പച്ച, അപ്പച്ചന് എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഈ അലീന ആരാണെന്ന് റീത്താമ്മ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ പപ്പയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഓരോ പണവും അവരെ കൊണ്ട് ഞാൻ തിരിച്ചു മേടിക്കും. എന്നിട്ട് എൻ്റെ പപ്പയുടെ ഭാര്യയെയും മക്കളെയും ഞാൻ തിരികെ പപ്പയുടെ അരികിലെത്തിക്കും. ഇനി അവർ ആരുടെ പണം കൊണ്ട് തിന്നു ജീവിക്കുമെന്ന് ഞാനൊന്നറിയട്ടെ. അങ്ങനെ എന്തായാലും അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ടോജോയ്ക്കും ടെൽസിക്കും ടാനിയയ്ക്കും ഒക്കെ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. തൻ്റെ പപ്പ തന്നെയാണ് ഇത്രയും നാളും തങ്ങളെ നോക്കിയെന്നുള്ള കാര്യവും അവർക്ക് മനസ്സിലായി. അതിനുശേഷം ടെൽസ് അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ മോളെ, എന്താ നിനക്ക് പറയാനുള്ളത്? നീ നേരത്തെയും എന്നോട് പറഞ്ഞിരുന്നല്ലോ എന്നോടൊന്ന് പറയാനുണ്ടെന്ന്. അത് ചേച്ചി, എനിക്ക് ചില കാര്യങ്ങൾ ചേച്ചിയോട് പറയാനുണ്ട്. പക്ഷേ ചേച്ചി ഇത് ആരോടും പറയരുത്. എന്താ മോളെ ഇത്? നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നോട് നീ പറ. ഞാനത് ആരോടും പറയില്ല. അത് പിന്നെ ചേച്ചി, റീത്താമ്മയുടെ മകൻ. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ മൗനമായി നിൽക്കുന്നത് കണ്ട് അലീന ചോദിക്കുവാണ്, എന്ത് പറ്റി മോളെ, എന്ത് പറ്റിയെന്ന് പറ. റീത്താമ്മയുടെ മകൻ അവൻ മോളെ എന്താ ചെയ്തത്? അത് പിന്നെ ചേച്ചി, അവൻ എന്നെ ഒരു പെങ്ങളെ പോലെയല്ല കാണുന്നത്. അവൻ ഓരോന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ റൂമിലേക്ക് വരും. അവൻ്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്കെന്തോ വല്ലായ്മ തോന്നുന്നു. ഒരു പെങ്ങളോടെന്ന പോലെയല്ല അവൻ്റെ നോട്ടവും പെരുമാറ്റവും. അവൻ എൻ്റെ ദേഹത്ത് തൊടുമ്പോഴൊക്കെ എന്തോ ഒരു വല്ലാത്ത വിമിഷ്ടം വരും. എനിക്കാകെ പേടിയാണ് ചേച്ചി. ജെറിയുടെ പെരുമാറ്റം വളരെ മോശമാണെന്ന് അറിഞ്ഞപ്പോൾ അലീന ചോദിക്കുകയാണ്, നീ എന്നിട്ട് അവനോട് പ്രതികരിച്ചില്ലേ? നീ ഇക്കാര്യം ആരോടും പറഞ്ഞില്ലേ? നിന്റെ സഹോദരൻ ടോജോയോട് പോലും നീ ഇതിനെപ്പറ്റി സംസാരിച്ചില്ലേ? ആരോടെങ്കിലും നിനക്കിതൊക്കെ തുറന്നു പറഞ്ഞുകൂടെ? അത് പിന്നെ ചേച്ചി, ഞാനെങ്ങാനും ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ അത് റീത്താമ്മയുടെ ചെവിയിലെത്തിയാൽ അവർ പിന്നെ ഞങ്ങളെ കൊന്നുകളയും. നീ നിന്റെ അമ്മയോടെങ്കിലും ഇതിനെപ്പറ്റി ഒരു വാക്ക് പറയണ്ടായിരുന്നോ? ഓ, അതിനോട് പറയാതിരിക്കുന്നത് തന്നെയാ ചേച്ചി ഭേദം. ഏത് സമയം ഈശോയും കുർബാനയും ധ്യാനവും ഒക്കെ ആയിട്ട് നടക്കുന്ന അതിനോട് ഞാൻ എന്ത് പറയാനാ? അഥവാ തന്നെ ഞാൻ എന്തെങ്കിലും അമ്മയോട് പറയാമെന്ന് വിചാരിച്ച് പറഞ്ഞാൽ തന്നെ അപ്പം തുടങ്ങും, റീത്താമ്മയോടോ അവരുടെ മകനോടോ ഒരക്ഷരം നീ മിണ്ടിപ്പോകരുത്, അവരുള്ളത് കൊണ്ടാണ് അന്നം കുടിച്ച് കിടക്കുന്നതെന്ന്. പിന്നെ ഞാൻ അമ്മയോട് എന്ത് പറയാനാ ചേച്ചി? അതുകൊണ്ട് ഞാനിതൊന്നും ആരോടും പറഞ്ഞില്ല, എല്ലാം മനസ്സിലൊതുക്കി തന്നെ വെച്ചു. പിന്നെ ഇത് ഞാൻ ചേച്ചിയോട് പറഞ്ഞെന്ന് അവനെങ്ങാനും പറഞ്ഞാൽ അവൻ എന്നെ കൊന്നുകളയും. അവൻ്റെ സ്വഭാവം അങ്ങനെയാ ചേച്ചി, എനിക്കൊട്ടും ഇഷ്ടമല്ല. റീത്താമ്മച്ചി അവനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. അവൻ പറയുന്നതെല്ലാം റീത്താമ്മച്ചി മേടിച്ചു കൊടുക്കും. മോൻ്റെ സ്വഭാവം ഇടയ്ക്കെങ്കിലും ഒന്ന് റീത്താമ്മച്ചിക്ക് അന്വേഷിച്ചുകൂടെയോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ ചേച്ചി. കോളേജിലും ഇതേപോലെ എന്തോ ഒരു പ്രശ്നം അവൻ ഉണ്ടാക്കിയതാ. അതിന് അവനെ കോളേജിൽ നിന്ന് സസ്പെൻഡും ചെയ്തതാണ്. എന്നിട്ടും ഈ റീത്താമ്മച്ചി അവൻ്റെ ഭാഗം തന്നെയാണ് പറയുന്നത്. എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്യലാന്നാ റീത്താമ്മച്ചി പറയുന്നത്. അവിടെയും ഇതേപോലെ ഒരു പെണ്ണ് കേസ് തന്നെയാന്ന് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ടും റീത്താമ്മച്ചി പറയുന്നത് ആ പെണ്ണ് കണ്ണും കലാശം കാണിച്ച് അവനെ മയക്കിയെടുത്തതാണെന്നാ. ഞാൻ എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ ദൈവത്തെ പോലെയാണ് ചേച്ചി എൻ്റെ അരികിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ചേച്ചിയോട് ഞാൻ ഇതെല്ലാം തുറന്നു പറഞ്ഞത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇനി മോള് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി നിന്റെ കൂടെ ഈ ചേച്ചിയുണ്ട്. ഇനി അവൻ്റെ ഒരു നോട്ടം പോലും മോളുടെ ദേഹത്തോട്ട് വരാതെ ഈ ചേച്ചി ശ്രദ്ധിച്ചോളാം. ഇങ്ങനെയുള്ള നിരമ്പന്മാരെയൊക്കെ നേരെ നിർത്താൻ ഈ ചേച്ചിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് മോള് ടെൻഷൻ ആവണ്ട, മോള് പോയി കിടന്നുറങ്ങിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വാസപ്പെടുത്തിക്കൊണ്ട് ടെൽസിയെ റൂമിലേക്ക് അലീന പറഞ്ഞയക്കുന്നുണ്ട്. അലീന ചിന്തിക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വന്തം സഹോദരൻ സഹോദരിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, മറ്റൊരു കണ്ണുകൊണ്ട് കാണുന്നു. വളരെ മോശം തന്നെ. ഈ റീത്താമ്മ എന്താ ഇങ്ങനെ ആയിപ്പോയത്? സ്വന്തം സഹോദരിയുടെ മക്കളല്ലേ, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്തൂടെ? എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതിയെന്ന് മാത്രം കരുതുന്ന ജന്തുക്കള്. ഇതിന് ഞാൻ എങ്ങനെയെങ്കിലും ചോദിക്കും. പിറ്റേ ദിവസം ടെൽസ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
അലീന അവളുടെ അരികിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് അലീന കാണുന്നുണ്ട് ജെറി അവളെ വല്ലാതെ ഇങ്ങനെ നോക്കുന്നത്. അങ്ങോട്ട് ചെല്ലുന്ന അലീന ജെറിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്കെന്താ ഇവിടെ അടുക്കളയിൽ കാര്യം? നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഭക്ഷണം വേണോ? ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? നീ ആരാടി അത് ചോദിക്കാൻ? എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ എന്ത് കഴിക്കണം, എന്ത് തിന്നണം, എപ്പോൾ തിന്നണം എന്നൊന്നൊക്കെ ചോദിക്കാൻ നീ ആരാണ്? ഇന്നലെ ഇവിടെ കയറി വന്നവളെ ഇന്ന് എന്നെ പൊരിക്കാറായോടി? അപ്പോൾ അലീന പറയുകയാണ്, ആഹാ അത് കൊള്ളാലോ, ഇത് നിന്റെ വീടാണോ? ഇത് എൻ്റെ പപ്പ വാങ്ങിയ വീടാ, അല്ലാതെ നിന്റെയോ നിന്റെ അമ്മയുടെയോ ഔദാര്യത്തിലല്ല ഞങ്ങളിവിടെ താമസിക്കുന്നത്. ഇതൊക്കെ നീ അവരോട് പറഞ്ഞാൽ മതി, അല്ലാതെ എന്നോട് വലിയ ന്യായീകരണമൊന്നും നീ നടത്തണ്ട. എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ കാണിക്കുന്ന ഓരോ പ്രവൃത്തിയും എനിക്ക് നന്നായി അറിയാം. നീ എന്തിനാ ആവശ്യമില്ലാതെ ഇവിടെ വന്ന് നിൽക്കുന്നത്? മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് പൊയ്ക്കോ. നിന്നെപ്പറ്റി ടെൽസ എന്നോട് എല്ലാം പറഞ്ഞു. നിന്റെ മനസ്സിൽ അതേപോലെ എന്തെങ്കിലും ദുഷിച്ച ചിന്തയുണ്ടെങ്കിൽ അതിവിടെ വെച്ച് മണ്ണിട്ട് മൂടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ അലീന ആരാണെന്ന് നീ തിരിച്ചറിയും. നീയും നിന്റെ റീത്താമ്മയും ഈ വീട്ടിൽ നിന്ന് പറക്കും. അതുകൊണ്ട് നീ മതിയാക്കിക്കോ നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം. അവന് ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയായി. ടെൽസ എല്ലാ കാര്യവും അലീനയോട് പറഞ്ഞു എന്നുള്ളത് അവന് ബോധ്യമായതോടുകൂടി നാണം കെട്ട് തല കുനിച്ചാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. ജെറിയെ വഴക്ക് പറയുന്നത് കേട്ട റീത്താമ്മ അലീനയുടെ അരികിലേക്ക് വരുന്നുണ്ട്. എന്തിനാടി നീ എൻ്റെ മോനോട് ദേഷ്യപ്പെട്ടത്? നീ അവനോട് ദേഷ്യപ്പെടാനും മാത്രമായോ? നിന്നോട് പറഞ്ഞത് മനസ്സിലാക്കാൻ നിനക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇത്രയും കാലം ആരുടെ സഹായമില്ലാത്തത് നോക്കിയത് ഞങ്ങൾ തന്നെയാണ്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. നീ അയാളെ വിളിച്ചുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോകാൻ നോക്ക്, അല്ലാതെ ഇവിടെ നടക്കില്ല നിന്റെ അഭ്യാസങ്ങളൊന്നും. നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നിന്റെ കുളത്തൂപ്പുഴ പോയി സ്റ്റാൻലിയുടെ അരികെ ചെയ്താൽ മതി, അല്ലാതെ എൻ്റെ മോൻ്റെ മുക്കിട്ട് കയറേണ്ട ആവശ്യമൊന്നും നിനക്കില്ല. അലീന ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നതിന് ശേഷം മറുപടി പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ്റെ സ്വഭാവം അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ കൂടുതൽ പറയണ്ട. എനിക്ക് ഇവിടെ 2 ദിവസം നിന്നപ്പോൾ തന്നെ നിങ്ങളുടെ മകൻ്റെ സ്വഭാവ ഗുണത്തെപ്പറ്റി നന്നായി മനസ്സിലായി. നിങ്ങളുടെ മകൻ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വാനോളം പുകഴ്ത്തുന്നുണ്ടല്ലോ. അവനെ എന്തിനാണ് അവൻ്റെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്? ഇതൊക്കെ കേൾക്കുമ്പോൾ റീത്താമ്മ ഒന്ന് വല്ലാതാവുന്നുണ്ട്. ഒരു വല്ലാത്ത അവസ്ഥയോടുകൂടി തന്നെ അവർ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ അവനെന്താ കുഴപ്പം? അവൻ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവൻ്റെ കോളേജിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി, അതിൽ അതിൻ്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നുമില്ല. ഓഹോ, അപ്പോൾ അതിനെയും ആ തെറ്റിനെയും നിങ്ങൾ ന്യായീകരിക്കുവാണോ? പക്ഷേ എനിക്കതിന് കഴിയില്ല. എൻ്റെ സഹോദരിമാരോട് അവൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയുമോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് അലീന. ഇത്രയും നാളും അവർ ഈ വീട്ടിൽ തന്നെയാണ് ജീവിച്ചത്. ഇത്രയും നാളും ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. നീ വന്നതിന് ശേഷമല്ലേ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കാനായിട്ട് നീ ശ്രമിക്കരുത്. ഇത് കേട്ടിട്ട് ടെൽസ അങ്ങോട്ടേക്ക് വരികയാണ്. ടെൽസ റീത്താമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, എന്തിനാ അലീന ചേച്ചി വെറുതെ കുറ്റം പറയുന്നത്? റീത്താമ്മയ്ക്ക് അറിയൂ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്? റീത്താമ്മയുടെ മകന് എന്നോട് എന്താ ചെയ്തതെന്ന് റീത്താമ്മയ്ക്ക് അറിയുമോ? ഇത് കേട്ടപ്പോൾ റീത്താമ്മ വല്ലാത്ത ഷോക്കാണ്. ഇത്രയും നാളും പഞ്ചപൂച്ച മടക്കി താൻ പറയുന്നത് മാത്രം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ടെൽസ തന്നോട് എതിർത്ത് സംസാരിക്കുന്നു. ഇത് കേട്ട് റീത്താമ്മ അലീനയുടെ നേരെ നോക്കി പറയുന്നുണ്ട്, ഓഹോ 2 ദിവസമേ ആയുള്ളൂ നീ ഇവിടെ വന്നിട്ട്. അതിനോടിടയ്ക്ക് ഈ വീട്ടിലെ പിള്ളേരെ എനിക്കെതിരെ തിരിച്ചല്ലേ? ഞാൻ നിങ്ങളോട് എതിര് സംസാരിക്കാൻ പഠിപ്പിച്ചു കൊടുത്തതല്ല, അവർക്ക് ധൈര്യം കൊടുത്തു. എന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് ആരുടെ മുഖത്ത് നോക്കിയാണേലും ധൈര്യമായി പറയണമെന്നുള്ള ധൈര്യം കൊടുത്തു. ഇത്രയും കാലം അവർ നിങ്ങളെ പേടിച്ചാണ് ഇവിടെ ജീവിച്ചിരുന്നത്. നിങ്ങൾ കാണിക്കുന്ന വൃത്തികേടുകളെല്ലാം സഹിച്ച് ജീവിച്ചിരുന്നത്. എല്ലാം ഉള്ളിലൊതുക്കി ഒരു തീക്കനലായി കൊണ്ടു നടക്കുമായിരുന്നു. ഇപ്പോൾ അതിനൊരു അവസരം വന്നപ്പോൾ അവർ പൊട്ടിത്തെറിച്ചു. അതിനെന്താ നിങ്ങൾക്ക്? അവൾ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ വാനോളം പുകഴ്ത്തിയ നിങ്ങളുടെ മകനെ പറ്റിയാണ് ടെൽസ് സംസാരിച്ചത്. ഡ്രസ്സ് മാറുന്നിടത്തും കുളിക്കുന്നിടത്തും കിടക്കുന്നിടത്തും എല്ലാം കഴുകൻ കണ്ണുകളെ പോലെ വന്ന് നോക്കി നിൽക്കുന്ന നിങ്ങളുടെ മകന്റെ വൃത്തികെട്ട സ്വഭാവത്തെ പറ്റിയാണ് അവളിപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് എന്നോട് നിങ്ങൾ ചാടിക്കടിക്കാൻ വരാതെ നിങ്ങളുടെ മകനെ ആദ്യം നിങ്ങൾ നന്നാക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ആ തടി മൊത്തം ചീത്തയാകും. കണ്ടവന്റെ പൈസ കൊണ്ട് നിങ്ങൾ തീറ്റിപ്പോറ്റിയ തടിയല്ലേ അത് മൊത്തം നശിച്ചു പോവും. അതുകൊണ്ട് മകനോട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറയും. റീത്തമ്മയോട് ടെൽസ പോലും തിരിച്ചു പറയുന്നത് കേട്ട് അവർക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. റീത്തമ്മ ടെൽസയുടെ മുഖത്തേക്ക് രൂക്ഷമായി ഒന്ന് നോക്കിയതിനു ശേഷം പറയുന്നുണ്ട്, ഇവള് 2 ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് സ്ഥലം വിടും. വീണ്ടും നീയൊക്കെ ജീവിക്കേണ്ടത് ഇവിടെയാ, അത് ഓർത്തോളണം. ഇത്രയും കാലം തിന്ന ചോറിന്റെ നന്ദി കാണിക്കടി.
അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് ശരിയാ, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ പോവും. അതിനുശേഷം ഇവരിവിടെ തന്നെ താമസിക്കുന്നതാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇവരെയും ഞാൻ കൊണ്ടുപോകും. ഇനി ഇവരെല്ലാവരും താമസിക്കുന്നത് ഇവിടെയല്ല, അങ്ങ് കുളത്തൂപ്പുഴയില്ല, പപ്പയോടൊപ്പം. അതിന് നിങ്ങളുടെ ഔദാര്യത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇവരെ 3 പേരെയും അതുപോലെ എൽസാമച്ചിയെ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകും. എൽസാമച്ചിയെ പതിയെ പതിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പിന്നെ നിങ്ങൾ എങ്ങനെ എൻ്റെ പപ്പയുടെ പണം കൊണ്ട് ജീവിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇത്രയും കാലം അത് നടന്നു. ഇനി എല്ലാ കാലവും അത് തന്നെ നടക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നടക്കില്ല. ഇനി എൻ്റെ പപ്പയുടെ 1 രൂപ പോലും ആവശ്യമില്ലാതെ തിന്നാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കില്ല. വാ ടെൽസ എന്നും പറഞ്ഞ് ടെൽസയും കൂട്ടിക്കൊണ്ട് അലീന റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ടെൽസയും ടോജോ ഒക്കെ അവിടെയുണ്ട്. ടോജോ പറയുന്നുണ്ട്, ചേച്ചി ഒരാവേശത്തിന് ശരിയാണ്, ടെൽസ എതിർത്തൊക്കെ സംസാരിച്ചു. പക്ഷേ ചേച്ചി 2 ദിവസം കഴിയുമ്പോൾ അപ്പച്ചനെയും കൂട്ടി കൊളുത്തുപുഴയ്ക്ക് പോവും. വീണ്ടും ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെടും. ഇനി ഇതും കൂടെ ആകുമ്പോൾ റീത്താവ് ഞങ്ങളെ കൊന്നുകളയും ചേച്ചി. അത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ആര് പറഞ്ഞു നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാനിവിടെ നിന്ന് പോകുമെന്ന്? അങ്ങനെയൊന്നും ഈ ചേച്ചി ഒരിക്കലും ചെയ്യില്ല മക്കളെ. നിങ്ങളെ നിങ്ങളുടെ പപ്പയുടെ അരികിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ ഈ ചേച്ചി ഇവിടെ നിന്ന് പോകൂ. എൽസാമിച്ചയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇത് കേൾക്കുമ്പോൾ അവതക്കുടിച്ചായം പറയുന്നുണ്ട്, മക്കളെ ഈ ചേച്ചി പൊന്നാടാ, എൻ്റെ ചിന്നമ്മ. അവള് ആർക്കും ഒരു ദ്രോഹം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യില്ല. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ എൽസാമച്ചിയും നിങ്ങൾ 3 പേരും അതേപോലെ നിങ്ങളുടെ പപ്പയുമായിട്ട് സന്തോഷത്തോടു കൂടി അങ്ങ് കൊളുത്തപ്പുഴയിൽ ഈ അലീന ചേച്ചിയോടൊപ്പം താമസിക്കും. അതിന് അലീന ചേച്ചിക്ക് സാധിക്കും. ഇനിയും നിങ്ങൾക്ക് അലീന ചേച്ചിയെ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. ഒരിക്കലും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അവൾ ഒരിക്കലും ശ്രമിക്കില്ല. അതിനെയെല്ലാം തരണം ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നേ അവൾ ചിന്തിക്കൂ. അല്ലപ്പച്ച, ഞാൻ അന്നേരത്തെ ഒരു ടെൻഷന് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അലീന ചേച്ചി അങ്ങ് പോയി കഴിഞ്ഞാലേ ഞങ്ങളിവിടെ ഒറ്റപ്പെട്ടു പോകും. പേടിക്കണ്ടടാ ടോജോ, നീ എൻ്റെ സ്റ്റാൻലിയുടെ മോനല്ലേ, അതിൻ്റെ കുറച്ച് തൻ്റെ ഇടമൊക്കെ കാണിക്കടാ. അപ്പോൾ ടോജോ ചിരിച്ചോണ്ട് പറയും, ആ തൻ്റെ ഇടമൊക്കെ ഉണ്ട് വല്യപ്പച്ച. പക്ഷേ ഇവിടുത്തെ റീത്താമ്മച്ചയെ പേടിപ്പിച്ചിട്ട് ആരും ഒന്നും മിണ്ടത്തില്ല. അമ്മ പോലും ഒന്നും മിണ്ടത്തില്ല. എത്ര പ്രാവശ്യം അമ്മച്ചോട് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. നമുക്കിവിടുന്ന് പോകാം അമ്മച്ചി, റീത്താമ്മച്ചിയുടെ ഭരണം ഞാൻ മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മച്ചി അതിനൊന്നും തയ്യാറാവത്തില്ല. അമ്മച്ചി സ്വന്തം ചേച്ചി അങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചേക്കുക. എന്ത് പറഞ്ഞാലും റീത്താമ്മച്ചി എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമേ ഉള്ളൂ അമ്മച്ചിക്ക്.